الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, അത്യാദരണീയരായ ഉലമാക്കൾ, ഉമറാക്കൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദു ശരീഫുൽ മദനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറൂസിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹത്തുക്കളുടെ എല്ലാം സന്തോഷവും പൊരുത്തവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അരനൂറ്റാണ്ടിലേറെ ഈ സാന്നിധ്യത്തിലെ വൈജ്ഞാനികവും നേതൃപരവുമായ ആധികാരിക ശബ്ദമായി നമുക്ക് നേതൃത്വം നൽകിയ സയ്യിദ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അവിടുത്തെ ദർജകൾ ഉയർത്തിക്കൊടുക്കുകയും അവരുടെയും ആത്മീയമായ സന്തോഷങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് സാദാത്തുക്കളും ആലിമീങ്ങളും ഔലിയാക്കളും ഒക്കെ ഈ പരിസരങ്ങളിൽ വിശ്രമിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ദർജകൾ ഉയർത്തുകയും നമ്മുടെ നാട്ടിലും ഇവിടെയുമൊക്കെ വിശ്രമിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം സ്രഷ്ടാവായ അല്ലാഹു തആല സൃഷ്ടികളായ നമുക്ക് വേണ്ടി രൂപപ്പെടുത്തി തന്ന ജീവിത സമ്പ്രദായവും വ്യവസ്ഥയുമാണ്. അല്ലാഹുവാകുന്ന ഉടമസ്ഥൻ അടിമകളായ നമ്മൾ എന്ത് വിശ്വസിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് വരച്ചു കാണിച്ചു തരാൻ വേണ്ടി അവൻ തന്നെ രൂപപ്പെടുത്തിയ സിസ്റ്റമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. വളുഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി, വിവേകമുള്ള മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തആല രൂപപ്പെടുത്തി തന്ന വ്യവസ്ഥിതിയുടെ പേരാണ് ഇസ്ലാം. ഇസ്ലാം ഈ ലോകത്തെ നിരീക്ഷിക്കുന്നത് പോലെ വേറെ ഒരു വ്യവസ്ഥിതിയും ഈ ലോകത്തെ നിരീക്ഷിക്കുന്നില്ല. ഈ ലോകത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്
ഒരു ദിവസം ഉണ്ടായി ഒരു ദിവസം അവസാനിക്കുന്ന അള്ളാഹുവിൻ്റെതായ സൃഷ്ടിയാണ് ഈ ലോകം. സർവാധികാരിയായ അല്ലാഹു തആല ഒരു നാൾ സൃഷ്ടിക്കുകയും അവന്റെ തന്നെ നിർണയത്തിൽ ഒരു നാൾ അവസാനിക്കുകയും ചെയ്യുന്ന വസ്തുവായിട്ടാണ് ഈ ലോകത്തെ മുഴുവനും ഇസ്ലാം അവതരിപ്പിക്കുന്നത്. ഈ ലോകത്തുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെയാകണം എന്ന് ഇസ്ലാമിന് നിരീക്ഷണമുണ്ട്. അതുപോലെ വേറെ ഒരു മതത്തിലും ഒരു ദർശനത്തിലും ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കുറിച്ചും ഓരോ മനുഷ്യരും എങ്ങനെയാകണം എന്നതിനെക്കുറിച്ചും നിയമം ഇല്ല. പലപ്പോഴും ഇസ്ലാമിനെ അറിയാത്തവർ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കും. അറിയാത്തവർ എതിർക്കുക എന്നത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ പല വിധേനയും ഉണ്ടാകും. കൂട്ടത്തിൽ ഇസ്ലാമിനെ എതിർക്കാൻ ആളുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇസ്ലാം സ്ത്രീകളെ അവഗണിക്കുന്നു എന്ന്. ഇസ്ലാം സ്ത്രീകളെ അവഗണിക്കുന്നു എന്ന് എപ്പോഴും ഇസ്ലാമിനെതിരെ ഇസ്ലാമിന്റെ വിരോധികൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. എന്നാൽ അങ്ങനെയല്ല. ഇസ്ലാം സ്ത്രീകളെ അംഗീകരിച്ചതുപോലെ വേറെ ഒരു മതവും ദർശനവും സ്ത്രീകളെ അംഗീകരിച്ചിട്ടില്ല. സ്ത്രീകൾ മനുഷ്യരാണോ അല്ലേ എന്ന് വരെ ചർച്ച ചെയ്ത ഇസങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ട്. സ്ത്രീകൾക്ക് സ്വത്തവകാശം ഇല്ല എന്നായിരുന്നു ഭൂരിപക്ഷം മതവിഭാഗങ്ങളുടെയും ഓരോ കാലഘട്ടത്തിലെയും വ്യത്യസ്ത ദർശനങ്ങളുടെയും നിലപാട്. എന്നാൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ട് എന്ന് ആധികാരികമായി പ്രഖ്യാപിക്കുകയും അത് നൽകുകയും ചെയ്ത മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീഴുന്ന കാലത്ത് ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചാൽ അയാളുടെ മുഖം ഇരുണ്ടുപോകും. അയാൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ നാണക്കേടാണ്. ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് വാർത്ത കേട്ടാൽ അയാൾ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. അയാളുടെ മുഖം അപമാനത്താൽ താഴും. അല്ലയോ മനുഷ്യ, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയത് എന്ന് കേട്ടാൽ ഈ പിതാവിന് പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ കഴിയൂല. അയാള് തല കുനിച്ച് വിഷമിച്ചു നടക്കും. പിന്നെ അയാൾ ആലോചിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യുക എന്നാണ് അയാൾ ആലോചിക്കുക. ഈ കുഞ്ഞിനെ ഞാൻ ഇനി എന്തു ചെയ്യും? കൊന്നുകളയുമോ? അല്ല. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്,
وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون يتوارى من القوم പിന്നെ അയാൾ ജനങ്ങളുടെ ഇടയിലേക്ക് വരൂല. പിന്നെ അയാൾ ആലോചിക്കുക, അയുംസിക്കുഹു അലാ ഹൂനിൻ, ഞാൻ ഈ അപമാനത്തോടുകൂടി ഈ കുട്ടിയെ കൊണ്ടു നടക്കണോ, അതല്ല മണ്ണിൽ കുഴിച്ചു മൂടിക്കളയണമോ എന്നാണ് അയാൾ ആലോചിക്കുക. അലാ സാഅ മാ യഹ്കുമൂൻ, എത്ര മോശമായ കാര്യമാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുന്ന കാലത്ത് അറബ് നാട്ടിൽ ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചാൽ അയാൾക്ക് അതുപോലെയുള്ള അപമാനം വേറെയില്ല. പിന്നെ അയാൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ മനസ്സില്ല. അയാൾ ആലോചിക്കും, ഈ അപമാനത്തോടുകൂടി ഈ കുട്ടിയെ വളർത്തണോ, അതല്ല അഭിമാനം കാക്കാൻ വേണ്ടി കുഞ്ഞിനെ കുഴിച്ചു മൂടണോ എന്നായിരിക്കും അയാളുടെ ആലോചന. അവിടേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. അവിടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ താക്കീത് നൽകി. ഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ കുഞ്ഞുങ്ങളെ അള്ളാഹു ഹാജരാക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങളെ എന്തിനാണ് നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് കുഴിച്ചു മൂടിയത്? അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് ശക്തമായ താക്കീതോടുകൂടി പെൺകുട്ടികൾക്ക് വളരാനും ജീവിക്കാനും അവകാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം തന്നെ 4 പെൺമക്കളുടെ ഉപ്പയായിരുന്നു. ആ പെൺമക്കളെ മുഴുവനും പൊന്നുപോലെ പരിപാലിച്ചു വളർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രഖ്യാപനം നടത്താൻ മക്കയിലെ സ്വഫാ കുന്നിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും വിളിച്ചു, ഓരോ ഗോത്രങ്ങളെയും വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് യാ ഫാത്തിമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ മോളെ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, മോള് നരകത്തിൽ നിന്ന് തടി കാത്തുകൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ പ്രതിനിധിയായി മക്കയിലെ പ്രധാനപ്പെട്ട ഒരു വിളംബരത്തിന്റെ സമയത്ത് വിളിച്ചത് വേറെ ആരെയുമല്ല, മകളെയാണ്, പെൺകുഞ്ഞിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരകൾ മുഴുവനും കടന്നു വരുന്ന വഴി മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. വേറെ എവിടെയും പരമ്പര ചേർക്കാൻ പെൺമക്കളിലൂടെ പരമ്പര സ്ഥിരപ്പെടുന്നില്ല. പിതാവിലൂടെയാണ് പരമ്പര സ്ഥിരപ്പെടുന്നത്. ആണുങ്ങളിലൂടെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുൽ ബൈത്ത് മുഴുവനും, ഹസനൈൻ പരമ്പര മുഴുവനും ഇവിടെ നിലനിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീവിയുടെ മക്കളാണ്. പരമ്പരകളാണ് ഇവിടെ നിലനിൽക്കുന്നതെങ്കിൽ
പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ അത് മോശമായി കാണുന്ന ഒരു ജനതയുടെ മുമ്പിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനപൂർവ്വം 4 പെൺമക്കളുടെ ഉപ്പയായി അഭിമാനം പറയുകയാണ്. അതിൽ ഒരു മകളെ ഈ ലോകത്തെ അഹ്ലു ബൈത്തിന്റെ മുഴുവനും കവാടമാക്കി വെക്കുകയാണ്, കുടുംബത്തിന്റെ പ്രതിനിധിയായി വെക്കുകയാണ്. ഇതുപോലെ ഒരു വിപ്ലവകാരി ലോകത്ത് സ്ത്രീകൾക്ക് അവകാശം പ്രഖ്യാപിച്ചത് വേറെ കാണാൻ സാധ്യമല്ല. ഇവിടെയാണ് നമ്മൾ വായിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് പൗരാവകാശം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മഹാന്മാരായ സ്വഹാബികളിൽ പലരും ജാഹിലിയ കാലഘട്ടത്തിൽ മക്കളെ കുഴിച്ചുമൂടിയ വിവരങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് താങ്ങാൻ കഴിയാറില്ല, അവിടുത്തേക്ക് സഹിക്കാൻ പറ്റുകയില്ല. എത്രമേൽ വലിയ ക്രൂരതയായിരുന്നു കഴിഞ്ഞ കാലത്ത് അവർ ചെയ്തിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ പറയാറുണ്ട്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങളോട് ഞാനൊരു പ്രധാന കാര്യം പറയുകയാണ്. ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ എല്ലാവരെയും ഒരാത്മാവിൽ നിന്നാണ് പടച്ചത്, ഒരു വ്യക്തിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഒരു വ്യക്തിയിലൂടെയാണ് പരമ്പരക്ക് തുടക്കം കുറിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അല്ലാഹു തആല ഒരു പുരുഷനിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പടച്ചു. അതേ ആ പുരുഷനിൽ നിന്ന് തന്നെയാണ് ആ പുരുഷന്റെ ഇണയെയും പടച്ചത്. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. എണ്ണമറ്റ സ്ത്രീ പുരുഷന്മാരെ അല്ലാഹു തആല ഒരേ ദമ്പതികളിൽ നിന്ന് ലോകത്തിനു നൽകിയതാണ്. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. പ്രിയമുള്ളവരെ, ആണിനും പെണ്ണിനും അടിസ്ഥാനപരമായ മൗലികാവകാശങ്ങൾ ഒന്നാണ്. ഇത് ലോകത്ത് ആധികാരികമായി പ്രഖ്യാപിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ ആണും പെണ്ണും ഒരുപോലെയല്ല. ആണാണ്, അവന് അവൻ്റെതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. സ്ത്രീ പ്രകൃതിപരമായി തന്നെ വ്യത്യസ്തമാണ്. അവൾക്ക് അവളുടേതായ അവകാശമുണ്ട്. അവളുടെ പ്രകൃതിക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത്. വാപ്പയ്ക്ക് വാപ്പയുടെ അധികാരമുണ്ട്, മകന്റെ അവകാശമുണ്ട്. വാപ്പയ്ക്കും മകനും ഒരേ അവകാശമാണെന്ന് പറഞ്ഞാലേ നീതിയാകൂ എന്ന് പറയുന്നത് ശരിയല്ല. അധ്യാപകന് അധ്യാപകന്റെ ഡ്യൂട്ടിയുണ്ട്, വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വമുണ്ട്. ഒരു സ്കൂളിലും അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരേ റോളല്ല, ഒരേ അവകാശമല്ല, ഒരേ സ്വാതന്ത്ര്യമല്ല. ഏതൊരു കമ്മിറ്റിയിലും പ്രസിഡന്റുണ്ട്, സെക്രട്ടറിയുണ്ട്, അംഗങ്ങളുണ്ട്. എല്ലാവരുടെയും അധികാരവും അവകാശവും ഒന്നല്ല. ഒരു രാജ്യത്തിന് ഭരണാധികാരികൾ അടങ്ങുന്ന ഒരു ഭരണകൂടമുണ്ട്. എന്നാൽ എല്ലാവരുടെയും അവകാശം ഒന്നല്ല, അധികാരം ഒന്നല്ല, വ്യത്യസ്തമാണ്. ഇതുപോലെ മനുഷ്യകുലത്തിൽ സ്ത്രീയുടെയും പുരുഷന്റെയും അവകാശങ്ങളും അവസ്ഥകളും രണ്ടും വ്യത്യസ്തമാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകൾ കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയിൽ ഉള്ളവരല്ല.
അതുകൊണ്ട് സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. ഖായിം എന്ന് പറഞ്ഞാൽ എന്താ? മാനേജർ. സ്ത്രീകൾക്ക് വേണ്ട മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റ് പുരുഷന്മാർ കൈകാര്യം ചെയ്യണം. ഖയ്യിം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹദ്മിം സാഹിബ് എന്നാണ്. എന്നതുപോലെ സ്ത്രീകൾക്ക് വേണ്ട പാർപ്പിട സൗകര്യം, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പുരുഷൻ ചെയ്തു കൊടുക്കണം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകൾ പണിയെടുത്തിട്ടല്ല വീടുണ്ടാക്കേണ്ടത്, പുരുഷൻ വീടുണ്ടാക്കി കൊടുക്കണം. സ്ത്രീ ജോലി ചെയ്തിട്ടല്ല വസ്ത്രം വാങ്ങേണ്ടത്, പുരുഷൻ വാങ്ങിക്കൊടുക്കണം. സ്ത്രീ ജോലി ചെയ്തിട്ടല്ല മക്കളെ പോറ്റേണ്ടത്, പോറ്റാനുള്ള ചെലവ് വകകൾ സ്ത്രീക്ക് പുരുഷൻ എത്തിച്ചു കൊടുക്കണം. സ്ത്രീക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ അത് വാങ്ങിക്കൊടുക്കേണ്ടവൻ പുരുഷനാണ്. അവിടെ സ്ത്രീയെ ചെറുതാക്കുകയല്ല, പുരുഷന്റെ തലയിൽ ഉത്തരവാദിത്വങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. ചില ആളുകൾ ഈ ആയത്ത് ഓതിയിട്ട് പറയും സ്ത്രീകളെ ചെറുതാക്കുകയാണ് എന്ന്. അല്ല, പുരുഷന്റെ തലയിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പുരുഷന്മാരുടെ പക്കലാണ്. അവർ അത് ചെയ്തു കൊടുക്കണം. നമ്മുടെ രാജ്യത്തിന് വിദേശകാര്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്. ആഭ്യന്തരമന്ത്രി വീട്ടിലെ കാര്യങ്ങൾ എല്ലാം, അഥവാ ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ ഹോം മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യേണ്ടത്. വിദേശകാര്യമന്ത്രി ഫോറിൻ മിനിസ്ട്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. രണ്ടുപേരും ഒന്ന് കൈകാര്യം ചെയ്താൽ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകും. രണ്ടുപേരും ഹോം മിനിസ്ട്രി ചെയ്താൽ പോരാ, രണ്ടുപേരും ഫോറിൻ മിനിസ്ട്രി ചെയ്താൽ പോരാ. ഇതുപോലെ ഒരു കുടുംബ വ്യവസ്ഥിതിയിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഒരു സ്ത്രീയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യേണ്ടത്. അത് വലിയ ഡ്യൂട്ടിയാണ്. സ്ത്രീ ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ അവൾക്ക് അല്ലാഹു ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി. എന്താണ് ആനുകൂല്യം? ഫോറിൻ മിനിസ്റ്ററായ പൊതുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുരുഷൻ 5 നേരവും പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. അതാണ് പുണ്യകരമായി അവൻ ചെയ്യേണ്ട കാര്യം. എന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന സ്ത്രീക്ക് പ്രകൃതിപരമായി തന്നെ എന്നും നിസ്കരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിസ്കരിക്കുന്ന പുരുഷന്മാർക്ക് കിട്ടുന്ന കൂലി വീട്ടിന്റെ ഉള്ളിൽ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന ഔ ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന. സ്ത്രീകളുടെ ഏറ്റവും നല്ല പള്ളി അവരുടെ വീട്ടിന്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ, പുരുഷൻ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൂലി സ്ത്രീ വീട്ടിൽ നിസ്കരിച്ചാൽ അല്ലാഹു നൽകും. പുരുഷൻ പള്ളിയിൽ പോയാൽ അവന് കിട്ടുന്ന പ്രതിഫലം സ്ത്രീ ഒറ്റയ്ക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ അല്ലാഹു തആല നൽകും. അതുകൊണ്ട് അവൾ എനിക്ക് കൂലി നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. മക്കളെ പോറ്റാൻ ആവശ്യമായ സാമ്പത്തികവും സാങ്കേതികവുമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ രാവിലെ മുതൽ കമ്പനിയിലോ കച്ചവട സ്ഥാപനത്തിലോ പണിയിടങ്ങളിലോ പോയി ജോലി ചെയ്യുന്ന സ്ത്രീകൾ പുരുഷന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കൂലി പ്രതിഫലം വീട്ടിൽ മക്കളെ പരിപാലിക്കുന്നവർക്ക് കിട്ടും.
അപ്പൊ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സ്ത്രീയുടെ റോൾ അത് വളരെ വലുതാണ്. പുരുഷന്മാരുടെ റോൾ അത് വേറെ ഒരു ലോകമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയെയും പുരുഷനെയും വ്യക്തമായ പൗരന്മാരായി സ്വീകരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ഹബീബുനാ വസയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച ഒരുപാട് സ്ത്രീകളെ നമുക്ക് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന പുരുഷനെ കുറിച്ച്, നിങ്ങളെല്ലാവരും എന്നെ നിഷേധിച്ചപ്പോൾ എന്നെ അംഗീകരിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ്. നിങ്ങളെല്ലാവരും എനിക്ക് പല കാര്യങ്ങളും തടഞ്ഞപ്പോൾ എനിക്ക് നൽകിയ ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും കടപ്പാടുള്ള മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് ദീനീ പ്രബോധനത്തിന് ഉപകാരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്താനങ്ങളുണ്ടായ ഏക പത്നി മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും മനോഹരമായി വിലയിരുത്തിയ സ്ത്രീ ആരാണ്? ഹബീബുനാ വ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ഭാര്യയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയാണ്. പുരുഷന്മാരോട് മുഴുവനും വിളിച്ചു പറഞ്ഞു, അല്ലയോ മനുഷ്യ, ഖയ്യാറുക്കും ഖയ്യാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ നല്ലവർ ആരാണ്? നിങ്ങളിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർ ആരാണ്? ഖയ്യാറുക്കും ഖയ്യാറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ മേൽ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ നല്ലവരാണ്. നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ നല്ലവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് മുഴുവനും ചോദിക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ഖൈറുക്കും ലി അഹ്ലി, എന്റെ കുടുംബക്കാരോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ എന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ ഭാര്യ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാര്യ മരണപ്പെടുന്നത് വരെ ഏക പത്നിയിൽ ജീവിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ പത്നിയും ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്ന് ഖുർആൻ സ്വീകരിച്ചു കൊണ്ടുവരുമ്പോൾ വിളിച്ച വിളി എന്താണ്? സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ സ്വീകരിച്ചു കൊണ്ടുവരുമ്പോൾ ആകെ വിളിച്ചത് ഖദീജ ഉമ്മയെയാണ്. എന്നെ ഒന്ന് പുതപ്പിച്ചു കിടത്താൻ പറഞ്ഞു. ആ സമയത്ത് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടിയാണ്, ലാ യുഖ്ദീകല്ലാഹു അബദാ, അല്ലാഹു തആല തങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. കാരണം തങ്ങളുടെ ജീവിതം എനിക്കറിയാം, 15 കൊല്ലത്തെ ജീവിതം എനിക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
15 കൊല്ലത്തെ ജീവിതം വ്യക്തമായി അറിയുന്ന മഹദി പറയുകയാണ്, ഇന്നക തഹ്മിലുൽ കല്ല, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അല്ലാഹു തആല തങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. തങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ്, സൽ സ്വഭാവത്തിന്റെ ഉടമയാണ്, ആശ്രയം വേണ്ടവർക്ക് ആശ്രയം നൽകുന്നവരാണ്, വല്ലാത്ത വ്യക്തിത്വമാണ്. ലാ യുഖ്സികല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു തആല തങ്ങളെ പരാജയപ്പെടുത്തൂല. ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ലോക നേതാവ്, ഭാര്യയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആള് വേറെ ആരാ? ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിച്ച കുട്ടികൾ ഇവിടെ ഉണ്ടാവും. മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ്, നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ മഹാത്മാഗാന്ധിയുടെ ഭാര്യ കസ്തൂർബായോട് ചോദിക്കണം, നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന്. ആൻ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണ കഥ വായിച്ച കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അവർക്കത്ര അഭിപ്രായം പോരാ, അത്രേ ഞാൻ പറയുന്നു. ഇതുപോലെ ലോക നേതാക്കളിൽ ഒരുപാട് ആളുകളുടെയും ജീവചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരുടെ അരമനകളിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ പറയാനില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, ലാ യുഖ്സികല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു തആല തങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും ചെറുപ്പക്കാരിയായ കന്യകയായ ഏക ഭാര്യ, കന്യകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർജിനായിട്ട് ഒരാളെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ. അതാരാണ്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ഉമ്മയോട് ചോദിക്കുക, കൈഫ കാന റസൂലുള്ളാഹി, വയലിന്റെ മജ്ലിസൊക്കെ ഇപ്പൊ മരിച്ച മാതിരിയാ, സ്വലാത്തൊന്നുമില്ല, വല്ലാത്തൊരു സങ്കടാണല്ലോ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളോട് തങ്ങളെക്കുറിച്ച് മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാൽ മഹദി പറയുകയാണ്, കാന ഖുലുഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പിന്നീട് 1/2 നൂറ്റാണ്ടിലേറെ ജീവിച്ച ഭാര്യയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏക കന്യകയായ ഭാര്യയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം 1/2 നൂറ്റാണ്ടിലേറെ മദീനയിൽ ജീവിച്ചു. ഒരിക്കൽ പോലും ഒരു ചെറിയ നിഴല് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 1% അഭിപ്രായക്കേട് പറയാനില്ല. ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലാതെ ഇല്ല. സ്ത്രീകൾക്ക് അവകാശം കൊടുത്തോ ഇല്ലേ എന്നറിയാൻ ഇത് പഠിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്തു പറയും? ഇനി ബാക്കിയുള്ള എല്ലാ ഭാര്യമാരുടെയും അഭിപ്രായം എന്താണ്? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട പത്നിമാരെ, എന്റെ കൂടെ ജീവിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ച് പ്രയാസമുണ്ട്. ചെറിയ വീടുകളിലാണ് നിങ്ങൾ താമസിക്കുന്നത്. സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നിങ്ങളോട് ഞാനൊരു സ്വാതന്ത്ര്യം തരികയാണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഭാര്യാപദത്തിൽ നിന്ന് മാറിപ്പോകാം. ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. എല്ലാവർക്കും ഞാൻ വേണ്ടതൊക്കെ തന്ന് പിരിച്ചുവിടാം. ആരും നിർബന്ധിക്കപ്പെട്ടു എന്ന നിലക്ക് എൻ്റെ കൂടെ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ ഭാര്യയും പിരിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ലളിതമായ ജീവിതത്തിൽ നിലനിൽക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അനുഭവിച്ച സംതൃപ്തമായ ജീവിതമാണ്. ഇവിടെയല്ലേ സ്ത്രീ സ്വാതന്ത്ര്യം പറയേണ്ടത്? ആധുനിക ഫെമിനിസ്റ്റുകൾക്ക് പറയാനുണ്ടോ ഈ സന്തോഷം? ആധുനിക സ്ത്രീപക്ഷവാദികൾക്ക് പറയാനുണ്ടോ ഈ സന്തോഷം? യൂറോപ്പിലുള്ള 40 കഴിഞ്ഞ ഒരുപാട് സ്ത്രീകൾ ഇന്ന് പരാതിയിലാണ്. അവർക്ക് ജീവിതം നഷ്ടപ്പെട്ടു പോയി. കാരണം എന്താണ്? അവിടെ വ്യവസ്ഥാപിതമായ കുടുംബമില്ല. ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ജീവിതമാണ്. ഏതാണ്ട് 40 വയസ്സായപ്പോൾ സ്വാഭാവികമായി സ്ത്രീയുടെ ശാരീരിക സൗന്ദര്യം കുറഞ്ഞു. ബോയ് ഫ്രണ്ട് പിരിഞ്ഞുപോയി. ഭർത്താവില്ല, മക്കളില്ല, കുടുംബമില്ല. ഇനിയൊട്ട് കെട്ടിച്ചു വിടാനും കഴിയില്ല. അങ്ങനെ എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളിലെ 40 വയസ്സു കഴിഞ്ഞ എത്രയോ സ്ത്രീകൾ പരിഭവത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് ജീവിതം തന്നെ നഷ്ടമായി പോയി. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച വ്യവസ്ഥിതി എന്താണ്? ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഒരു കുടുംബത്തിലെ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാർക്കും പുരുഷന്മാർ സ്ത്രീകൾക്കും വസ്ത്രമാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വസ്ത്രം പോലെയാണ്. അവരോട് ചേർന്നു നിൽക്കുന്നവരാണ്. പരസ്പരം അവരെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കേണ്ടവരാണ്. പരസ്പരം സ്വകാര്യതകൾ മറയ്ക്കാനുള്ളവരാണ്. പരസ്പരം സ്വകാര്യതകൾ സൂക്ഷിക്കാനുള്ളവരാണ്. സ്ത്രീ പുരുഷന്മാർക്കുള്ള അവകാശമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഇതിലേറെ മനോഹരമായ ഒരു വ്യവസ്ഥിതി വേറെ എവിടെയുണ്ട്? നിങ്ങൾ പരസ്പരം ഉൾക്കൊള്ളണം. ഒരു പുരുഷനെ തൃപ്തിയോടുകൂടി സ്വീകരിച്ച് ജീവിതാവസാനം വരെ കൊണ്ടു നടന്നാൽ, ഇദാ മാതത് ഇംറഅത്തുൻ വസൗജുഹാ റാളിൻ അൻഹാ ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ തൃപ്തിയോടെ ഒരു സ്ത്രീ മരണപ്പെട്ടു പോയാൽ അവൾ സ്വർഗത്തിലാണെന്ന് മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്ക് സന്തോഷം നൽകുകയാണ്. പുരുഷന്മാരോട് പറഞ്ഞതോ ഞാൻ നേരത്തെ ഉദ്ധരിച്ചു. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീക്കും. നിങ്ങൾ നല്ലവരാകണമെങ്കിൽ ഭാര്യമാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടണം, നല്ല അഭിപ്രായം വേണം, അല്ലാതെ ആകാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കണേ, 2 വിഭാഗവും ഇൽമ പഠിക്കണമെന്ന് പറഞ്ഞ മതം ഏതാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സ്ത്രീകൾക്ക് പ്രകൃതിപരമായി നിസ്കരിക്കാൻ പറ്റാത്ത കാലം വരും. അവരുടെ പീരീഡിന്റെ കാലം വരും, ആർത്തവകാലം. പല മതങ്ങളിലും ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് ആർത്തവകാലത്ത് വീട്ടിൽ താമസിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ തൊട്ട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൽ വരെ ഇവിടെയുള്ള മതസമ്പ്രദായങ്ങളുടെ പേരിൽ ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് വീട്ടിൽ താമസിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അവര് പുറത്ത് വേറെ ഷെഡ് കെട്ടി താമസിക്കണമായിരുന്നു. അല്ലെങ്കിൽ അയൽപക്കത്തുള്ള മുസ്ലിം വീടുകളിൽ പോയി താമസിക്കുമായിരുന്നു. അയൽപക്കത്തുള്ള മുസ്ലിം വീടുകളിൽ
ഒരിക്കൽ നമ്മുടെ MP ആയ അബ്ദുസ്സമദ് സമദാനി MP അദ്ദേഹത്തിന്റെ ഉമ്മയെക്കുറിച്ച് പറയുന്ന ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് വീട്ടിൽ അയൽപക്കത്തുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ പെൺമക്കൾ വരും. ഉമ്മ അവരെ താമസിപ്പിക്കും അദ്ദേഹത്തിന്റെ ഉമ്മ. അപ്പൊ ഉമ്മ പറയും അത്രേ, ഇവർ നമ്മുടെ അതിഥികളാണ് എന്ന്. പിന്നെ വലുതായപ്പോഴാണ് മനസ്സിലായത് പല ഹൈന്ദവ കുടുംബങ്ങളിലും അന്ന് ആർത്തവകാരികളായ സ്ത്രീകൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റുമായിരുന്നില്ല. അവരുടെ ആചാരപ്രകാരം അവർക്ക് അഭയം നൽകുന്ന മുസ്ലിം വീട്, അത് അക്കാലത്ത് മുസ്ലിങ്ങൾ അഭയം കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വീട്ടിലല്ല, അന്ന് പല വീടുകളിലും അങ്ങനെയുള്ള സഹകരണത്തോടുകൂടിയാണ് പോയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഏതു കാലത്താണ് സ്ത്രീ ജന്മം ഭാരമാണെന്ന് കൽപ്പിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണ്, ഞാനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്റെ ആർത്തവകാലത്ത് ഒരേ വിരിപ്പിൽ ഞങ്ങൾ ഉറങ്ങാറുണ്ട്. ഒരേ വിരിപ്പിൽ ഞങ്ങൾ ഉറങ്ങും. പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധം ആ സമയത്ത് നിഷിദ്ധമാണ്. അത് അല്ലാഹു തആല വിലക്കിയതാണ്. അത് പറ്റൂല. ഒരുമിച്ച് ഉറങ്ങാം, ഒരുമിച്ച് കഴിക്കാം, ഒരുമിച്ചിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ചാരിയിരിക്കാറുണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട്. എനിക്ക് ആർത്തവമുള്ള കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മടിത്തട്ടിലേക്ക് അവിടുത്തെ ശിരസ് വെച്ച് തരാറുണ്ട്. ഞാൻ തല വാർന്നു കൊടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ സാമൂഹിക വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയപ്പെട്ട ഭാര്യ ഇണ അവളുടെ ജീവിതാവസ്ഥയെ ഉൾക്കൊള്ളണം, അവളുടെ ശാരീരികാവസ്ഥയെ ഉൾക്കൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യ ഒരു കുഞ്ഞിനു ജന്മം നൽകിയാൽ അവൾ പറയുകയാണ്, കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഫീസ് തരണമെന്ന് പറഞ്ഞാൽ ഫീസ് കൊടുക്കാൻ നീ ബാധ്യസ്ഥനാണ്. ഇതുപോലെ ഒരു വ്യവസ്ഥിതി വേറെ എവിടെയുണ്ട്? അല്ലാതെ കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിന്റെ എല്ലാ ഭാരവും ഭാര്യയുടെ തലയിലാണെന്ന് ഇസ്ലാം പറയണില്ല. കുഞ്ഞിനെ പോറ്റാൻ കൂലി വേണമെന്ന് പറഞ്ഞാൽ നൽകാൻ ഭർത്താവ് ബാധ്യസ്ഥനാണ്. അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന പേരിൽ സ്ത്രീകളെ ജോലിക്ക് വിടുന്ന കുടുംബങ്ങളിൽ ഭാര്യമാർ ഇരട്ടി ഭാരം ചുമക്കുന്നവരാണ്. പ്രസവിക്കണം, കുഞ്ഞിനെ പോറ്റണം, അതിനുള്ള വരുമാനവും ഉണ്ടാക്കണം. ഏതെല്ലാം പ്രാരാബ്ദങ്ങളാണ് പുതിയ കുടുംബങ്ങളിൽ. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഭാര്യമാർ ജോലിക്ക് പോകുമ്പോൾ അവർ ഡബിൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വരികയാണ്. പ്രകൃതിപരമായി അവർക്കുള്ള ഡ്യൂട്ടിയിൽ നിന്ന് അവർക്ക് ഒഴിവാകാൻ കഴിയില്ല. അതിന് പുറമേയല്ലേ ബാക്കിയുള്ള ഡ്യൂട്ടി കൂടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഇസ്ലാം അവളെ ആദരിക്കുകയാണ്. ഇനി ഞാനൊന്ന് പറയട്ടെ, ഒരു സ്ത്രീക്ക് എത്ര വേണമെങ്കിലും പഠിച്ച് ഉയരാം എന്ന് ആദ്യം കാണിച്ചു തന്ന മതമേതാണ്? വേറെ ഒരു മതവുമല്ല, ഇസ്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതയാണ്. പുരുഷന്മാര് മാത്രമല്ല പണ്ഡിതന്മാര്, സ്ത്രീകളും പണ്ഡിതകളുണ്ട് ഇവിടെ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പണ്ഡിതയാണ്. 4 ഖലീഫമാരും ആയിഷ ഉമ്മയോട് പോയി അറിവ് ചോദിക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്.
സ്വന്തം വാപ്പയായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു അമ്മോശനും ഇസ്ലാമിക ലോകത്തെ ഏറ്റവും മാതൃകായോഗ്യനായ ഭരണാധികാരിയായി ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 4 ഖലീഫമാരും മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയി സംശയ നിവാരണം നടത്താറുണ്ടായിരുന്നു. ഇതിലേറെ സ്ത്രീക്ക് എന്ത് സ്ഥാനമാണ് വേണ്ടത്? ഇത് പ്രായോഗികമാണ്, സാങ്കല്പികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിക്ക് കിട്ടിയ പദവിയാണ്. നിങ്ങൾ അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ അവിടുത്തെ ഭാര്യമാർ ഈ ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരായ മുഅ്മിനീങ്ങളുടെയും സ്ത്രീകളുടെയും ഉമ്മമാരാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണേ, ഉമ്മ എന്നതിനേക്കാൾ വലിയ ഒരു ആദരവ് വേറെ ഏതാണ് ലോകത്തുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ പുരുഷന്മാരെ, നിങ്ങളുടെ സ്വർഗം ഉമ്മമാരുടെ കാൽ കീഴിലാണ്. സ്ത്രീക്ക് നൽകിയ ഒരു പദവിയാണ്, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം. ഉമ്മ സ്ത്രീയല്ലേ? സ്ത്രീക്ക് ആദരവ് കൊടുക്കാത്ത ഒരു ജനത ഇങ്ങനെ പ്രഖ്യാപിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? ഉമ്മയോടാണ്. 3 പ്രാവശ്യവും ആവർത്തിച്ചു പറഞ്ഞു, ഉമ്മയോടാണ്. 4മതാണ് വാപ്പാന്റെ കാര്യം പറഞ്ഞത്. നാലാമതാണ് വാപ്പാന്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പറഞ്ഞ് ഒരു പെണ്ണിന് പദവി നൽകിയ ഇതിലേറെ വലിയൊരു ദർശനം എവിടെയാണ്? ആ ദർശനം കേവലം ഒരു വാക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോൾ വഫാത്തായതാണ്. 60 വയസ്സ് കഴിഞ്ഞപ്പോൾ അബവായിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയി. ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയേ, അവിടുന്ന് കരയുന്നത് എന്തിനാണ്? ഇതെന്റെ ഉമ്മയാണ്. അന ദഅവത്തു ഇബ്രാഹീം വബിശാറത്തു ഈസാ വറുഇയാ ഉമ്മീ. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താണ്? അന ദഅവത്തു ഇബ്രാഹീം, ഞാൻ ഇബ്രാഹിം നബിയുടെ ദുആഇന്റെ ഫലമാണ്. വബിശാറത്തു ഈസാ, ഈസാ നബി അലൈഹിസ്സലാം മുന്നറിയിപ്പ് നൽകിയതാണ്. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ വഹിപ്പാനൊക്കത്തില്ല. കാര്യസ്ഥൻ വരും, എല്ലാം വിശദീകരിച്ചു തരുമെന്ന് ഈസാ അലൈഹിസ്സലാം പറഞ്ഞതിന്റെ ബാക്കി ഇന്നും ബൈബിളിൽ ഉണ്ട്. അങ്ങനെ മുന്നറിയിപ്പ് നൽകപ്പെട്ട സുവിശേഷമാണ് വറുഇയാ ഉമ്മീ, എന്റെ ഉമ്മയുടെ സ്വപ്നത്തിന്റെ പുലർച്ചയാണ് ഞാൻ. 6 വയസ്സിൽ വഫാത്തായ ഉമ്മാനെ 60 വയസ്സ് കഴിഞ്ഞപ്പോ ഖബറിന്റെ അടുക്കൽ പോയി നിന്ന് സ്നേഹത്തോടെ പൊട്ടിക്കരഞ്ഞ് കാണിച്ചു തന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, അതാ മഹാനായ ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി അന്നബിയു വ വാലിദാഹുൽ കരീമാനി എന്ന കിതാബിൽ എഴുതുകയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോൾ അബവായിൽ വെച്ച് ഉമ്മ വഫാത്താകാൻ എടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ഇൻ സഹമാ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ ആനാമി. ഞാൻ കണ്ട സ്വപ്നം സത്യമാണെങ്കിൽ മോൻ ലോകത്തേക്കുള്ള പ്രവാചകനാണ്. അതാണ് എൻ്റെ ഉമ്മയുടെ സ്വപ്നമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ഉമ്മാനെ ഓർത്ത് കരയുകയാണ്. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ നിന്നൊരു ജനാസ ജന്നത്തുൽ ബഖീഇലേക്ക് കൊണ്ടുവന്നു. ആ ജനാസ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ദുഃഖം കൊണ്ട് അതാ നിറഞ്ഞിട്ടുണ്ട്, കണ്ണുനീരൊലിക്കുന്നുണ്ട്. ഖബർ കുഴിച്ചപ്പോൾ ആ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി. ആ ഖബറിൽ ആദ്യം ഒന്ന് കിടന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങൾ കൊണ്ട് ആ ഖബറിന്റെ ഉള്ളിലെ ചെറിയ കുഴിയൊക്കെ റെഡിയാക്കി ആ തിരുകരങ്ങൾ കൊണ്ട്. എന്നിട്ട് അവിടുത്തെ ഖമീസൂരി ആ ജനാസയെ അണിയിച്ചു കൊടുത്തു. എന്നിട്ട് ആ ജനാസ ഖബറിൽ വെച്ച് ഏറെ നേരം അവിടെ ഇരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. ഇന്ന് വളരെ പ്രത്യേകതയോടെയാണല്ലോ ഈ ജനാസ മറമാടിയത്. ആരുടെ ജനാസയാണിത്? ഉടനെ അവിടുന്ന് പറഞ്ഞു, വഹിയ ഉമ്മീ ബഅദ ഉമ്മീ. അതെന്റെ പെറ്റുമ്മയ്ക്ക് ശേഷമുള്ള പോറ്റുമ്മയാണത്. അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ വഫാത്തായതിൽ പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപാലിച്ചത് അബൂ ത്വാലിബിന്റെ ഭാര്യ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമത്ത് ബിൻത് അസദ് എന്ന മഹദിയാണ്. ആ മഹദിയുടെ ജനാസയാണ് ഖബറിൽ കൊണ്ടുവച്ചത്. അതുകൊണ്ടാണ് ഒരു ഉമ്മയോടുള്ള കടപ്പാടെന്ന നിലക്ക് ഞാൻ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങി എന്റെ ഉമ്മാനെ ഖബർ ഞെരുക്കാൻ പാടില്ല. എന്റെ ഉമ്മയ്ക്ക് അഥവാ എന്റെ പോറ്റുമ്മയാണിത്. ഈ പോറ്റുമ്മയ്ക്ക് ഞാൻ എന്റെ ഖമീസ് അണിയിച്ചു കൊടുത്തു. കാരണം നരകം തീ വരാൻ പാടില്ലെന്ന് മാത്രമല്ല, സ്വർഗീയ പുടവകൾ അണിയിക്കപ്പെടാൻ. ഉമ്മയെ യാത്രയാക്കിയതിന്റെ മനോഹരമായ രംഗമാണ്. സ്ത്രീകളെ ആദരിക്കണമെന്ന് പറഞ്ഞാൽ പോരാ, ആദരിച്ച് കാണിച്ചു തന്ന നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടിയ ഉമ്മയുടെ പേരാണ് ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിട്ട് വലിയ പവറിൽ കഴിയുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം നടത്തി സ്വഹാബികൾ സേവനം ചെയ്യുന്ന കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്രാമീണയായ ഒരു വയസ്സത്തി കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയി സ്വീകരിച്ചു. മേൽമുണ്ടെടുത്ത് വിരിച്ചു കൊടുത്തു, കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു, അടുത്തിരുത്തി അടക്കം പറഞ്ഞു, എല്ലാം ചോദിച്ചു. സ്വഹാബത്തിന് ആശ്ചര്യം, ഇതാരാണിത്? അപ്പോൾ പറഞ്ഞു, അതെന്റെ ഉമ്മയാണ്, പോറ്റുമ്മയാണ്, മുലയൂട്ടിയ ഉമ്മയാണ്.
കോലിക്ക് മുലയൂട്ടിയതാണെങ്കിലും മുലയൂട്ടിയ ഉമ്മ അത് ഉമ്മയാണ്. എങ്ങനെയാണ് ആ ഉമ്മയെ ആദരിക്കേണ്ടതെന്ന് പ്രായോഗികമായി പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി പെങ്ങളെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്? ഒരിക്കൽ യുദ്ധത്തടവുകാരെ പിടിച്ചപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ പറഞ്ഞു, അല്ലയോ മുസ്ലിം പോരാളികളെ, പടയാളികളെ, നിങ്ങളുടെ നേതാവിന്റെ കഥ എന്റെ അരക്കെട്ടിനോട് ചോദിച്ചാൽ പറയും. നേതാവിനോടൊന്ന് പോയി ചോദിക്ക്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറ, ഒരു പെൺകുട്ടി ഒരു സ്ത്രീ പറയുന്നുണ്ട് തങ്ങളെ കുറിച്ച് കഥ പറയാൻ, എന്റെ അരക്കെട്ടിന് കഥ പറയാനുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരെ വിളിക്കാൻ. നോക്കിയപ്പോൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെങ്ങളാണ്. അഥവാ ഹലീമ റളിയല്ലാഹു അൻഹയുടെ മകള് ശൈമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ നേതാവായി ആദരിക്കപ്പെടുന്ന കാലം. ഗ്രാമീണയായ ശൈമാ കുടുംബജീവിതം നയിക്കുകയാണ്. അവരുടെ ഗ്രാമത്തിലാണ്. പക്ഷേ ഹവാസിൻ യുദ്ധകാലത്ത് ബന്ദികളുടെ കൂട്ടത്തിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്രമഹാ വഹദാ ഹദിയ നല്ലതുപോലെ ആദരിച്ചു. ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ട് ചോദിച്ചു, എന്റെ കൂടെ താമസിക്കുന്നോ അതല്ല പോകാനാണോ തീരുമാനം? ഞാൻ കുടുംബത്തേക്ക് പോവാണ് മോനെ. ആരാണ് ഈ ശൈമാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താരാട്ടുപാടിയ പെങ്ങളാണ്. ആ താരാട്ടുപാട്ട് ഇന്നും ചരിത്രത്തിലുണ്ട്. ആ താരാട്ടുപാട്ട് ഇന്നും ഗ്രന്ഥങ്ങളിലുണ്ട്. മഹദിയായ ശൈമാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലീഡറായിട്ടും നേതാവായിട്ട് ഒരുപാട് അനുയായികളോടൊപ്പം നിൽക്കുമ്പോഴും ബീവി ശൈമാഇനെ മറന്നില്ല. മഹദിയ ആദരപൂർവ്വം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഉമ്മയായ സ്ത്രീയെ എങ്ങനെ ആദരിച്ചു എന്ന്, പെങ്ങളായ സ്ത്രീയെ എങ്ങനെ ആദരിച്ചു എന്ന്, ഭാര്യയായ സ്ത്രീയെ എങ്ങനെ ആദരിച്ചു എന്ന്, മകളായ സ്ത്രീയെ എങ്ങനെ ആദരിച്ചു എന്ന്, ഒരു സ്ത്രീയുടെ ഓരോ ഘട്ടത്തെയും എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ആദരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾ ഈ 4 റോളിലല്ലേ വരുന്നത്. വേറെ ലോകത്ത് ഏത് നേതാവിനെയാണ് ഇതുപോലെ 4 റോളിലുള്ള സ്ത്രീകളും നല്ല അഭിപ്രായം പറയാനുള്ള ഒരു ലീഡർ ആരാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോക ചരിത്രത്തിൽ ആരുണ്ട് ഇതുപോലെ ഏത് റോളിലുമുള്ള സ്ത്രീകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു കംപ്ലൈന്റുമില്ല. അക്കാലത്ത് ജീവിച്ച ഒരു സ്വഹാബി വനിതയ്ക്കും പരാതിയില്ല. ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരാൾക്കും പരാതിയില്ല. ഇസ്ലാമിനെ ഉൾക്കൊണ്ട ഒരാൾക്കും പരാതിയില്ല. പിന്നെ നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിലേക്ക് ആധുനികതയും സ്വതന്ത്രവാദവും കടന്നു വന്നപ്പോൾ, ലിബറലിസവും എത്തീയിസവും നിയോ ലിബറലിസവും അൾട്രാ ലിബറലിസവും കടന്നു വന്നപ്പോൾ നമ്മുടെ ആളുകൾ മതം പഠിക്കാതെ പോവുകയാണ്. എന്റെ ഉമ്മപെങ്ങന്മാരോട് ഞാൻ വളരെ വിനയത്തിന്റെ ഭാഷയിൽ പറയുകയാണ്, ഏറ്റവും സെക്യൂരിറ്റി നൽകുന്ന മതം ഇസ്ലാമാണ് മോളെ. പെങ്ങളെ, ലോകത്ത് ഇതുപോലെ സെക്യൂരിറ്റി നൽകിയ മതം വേറെയില്ല. ലോകത്ത് ഏറ്റവും സ്ത്രീ സുരക്ഷയുള്ള പട്ടണം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷയുള്ള പട്ടണം ഏതാണ്?
ഈ കഴിഞ്ഞയിടയിലും നിങ്ങൾ മീഡിയകളിലൂടെ കണ്ടിട്ടുണ്ടാകും, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷയുള്ള പട്ടണം മദീനയാണ്, വേറെ ഒന്നുമല്ല. 1400 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഹരി പൂർണ്ണമായും നിരോധിച്ച രാജ്യത്ത് ഈ 1400 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും ലഹരി പദാർത്ഥങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ആവശ്യം പറഞ്ഞിട്ടില്ല. ലഹരിയുടെ നാടായി മാറിയിട്ടില്ല. ഇതുപോലെ ലഹരി മുക്തിയുള്ള സമൂഹത്തെ ഉണ്ടാക്കിയ നേതാവ് വേറെ ആരാണ്? ഇവിടെ ലഹരി വിമുക്തമാക്കണം എന്ന് പറഞ്ഞ സമരങ്ങൾ നടക്കും. പ്രായോഗികമായ സമരങ്ങൾ എവിടെ? ഏതു ഗവൺമെന്റിനാണ് 100% ലഹരി മുക്തമായ രാജ്യമുണ്ടാക്കാൻ കഴിയുന്നത്? ഒരു ആധുനിക ഗവൺമെന്റിന് സാധിക്കണില്ല. ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണാധികാരികളുള്ള രാജ്യത്ത് പോലും ഇന്ന് 100% ലഹരി മുക്തമാക്കാൻ കഴിയുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് ലഹരിയെ പൂർണ്ണമായും മാറ്റി നിർത്തി. അവിടെ ഇന്നും ലഹരി മുക്ത രാജ്യമാണ്. ആ നാടും മൂല്യവും അറിയുന്ന ഒരാളും ഞങ്ങളുടെ നാട്ടിൽ ലഹരി വേണമെന്ന് പറയൂല. ആ ദർശനത്തെ ഉൾക്കൊള്ളുന്ന ഒരാളും ലഹരി ഉപയോഗിക്കില്ല. ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ ലഹരി ഉപയോഗിക്കാതിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് വിലക്കിയത് കൊണ്ടാണ്. ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ഒരു പരിവർത്തനം വേറെ ആരുണ്ടാക്കി? ഇടയിലൂടെ ഞാൻ ആ വിഷയം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകളെ ഏറ്റവും ആദരിക്കുന്ന വ്യവസ്ഥിതി ഏതാണ് അറിയുമോ? ചില മഹാന്മാര് പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ ജീവിതകാലത്ത് മരണപ്പെടുന്നതും എനിക്ക് പേടിയാണ്, ഉമ്മാന്റെ കാലത്ത് ഞാൻ മരിക്കുന്നതും എനിക്ക് പേടിയാണ്. ഉമ്മാന്റെ കാലത്ത് ഞാൻ മരണപ്പെടുക അതെനിക്ക് താങ്ങാൻ കഴിയൂല. കാരണം നാളെ ഉമ്മാക്ക് ആരാണ് സേവനം ചെയ്യുക? ഉമ്മ എന്റെ കാലത്ത് മരിച്ചു പോവുക അതെനിക്ക് താങ്ങാൻ കഴിയൂല. ഉമ്മാന്റെ ഒപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തളികയിൽ നിന്ന് എനിക്ക് ഭക്ഷണം എടുക്കാൻ പേടിയാണ്. മഹാനായ ഒരു ആത്മീയ ഗുരു പറയാണ്, ഉമ്മാന്റെ ഒപ്പം ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച ഭക്ഷണം അതിനു മുമ്പ് ഞാൻ എടുത്തു പോയാലോ എന്ന പേടിയാണ്. ഇത്രമേൽ ഉമ്മാനെ ആദരിക്കുന്ന, സ്ത്രീകളെ ബഹുമാനിച്ച ഒരു വ്യവസ്ഥിതി എവിടെയുണ്ട്? ഇന്ന് അറബ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉമ്മാന്റെ അടുത്ത് പോകുമ്പോൾ മൊബൈല് കയ്യിൽ വെക്കാറില്ല. കാരണം ഉമ്മയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കോള് വന്നാൽ ഉമ്മാന്റെ സംസാരം മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ മൊബൈലായിട്ട് ഉമ്മാന്റെ അടുത്ത് പോകാറില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഉമ്മാന്റെ കാല് ഞാൻ മടിയിലേക്ക് എടുത്തു വെച്ച് തലോടും. ആ തലോടുന്ന നേരത്ത് ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ നിന്നൊരു മണൽത്തരി നീക്കിക്കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അതുപോലെ ഒരു ആനന്ദം ഈ ലോകത്ത് നിന്ന് ഞാൻ അനുഭവിക്കുന്നില്ല. അറിയോ, ഇത്രമേൽ സ്ത്രീകളെ ആദരിക്കുന്ന ഒരു വ്യവസ്ഥിതി വേറെയുണ്ട്. എവിടെയുണ്ട്? വേറെ എവിടെയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 റോളും കാണിച്ചു തന്നു. ഉമ്മയായ സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം, ഭാര്യയായ സ്ത്രീയെ എങ്ങനെ പരിഗണിക്കണം, അവളുടെ അഭിപ്രായം അറിയണം, അവളെ പരിഗണിക്കണം, അല്ലാതെ അവളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല.
ഇസ്ലാമിന്റെ ദർശനമാണ്. ഒരു മകളെ ഏതെല്ലാം രൂപത്തിൽ പരിചരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു. ഇനി സ്ത്രീക്കും പുരുഷനും ഇൽമു പഠിക്കാം. ഒരു സ്ത്രീക്ക് പഠിച്ചിട്ട് എത്ര വലിയ ആലിമും ആകാം. ഇസ്ലാമില് ഒരു പെണ്ണ് പഠിച്ച് ആലിമത്തായി കൂടാന്നൊന്നുമില്ല. ആയിഷ ഉമ്മ ആലിമത്താണ്, ഹഫ്സ ബീവി ആലിമത്താണ്, ഫാത്തിമ ബീവി ആലിമത്താണ്, ഹൻസാ റളിയല്ലാഹു അൻഹ ആലിമത്താണ്. സ്വഹാബികളിലുള്ള വലിയ ആലിമത്തുകളുണ്ട് എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ഹദീസ് പണ്ഡിതകളായ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്ന ഒരു കിതാബുണ്ട്. 41 വാള്യമുള്ള അൽ വഫാ എന്ന കിതാബ്. അതിൽ ആയിരക്കണക്കിന് വനിതകളായ പണ്ഡിതകളായ മുഹദ്ദിസാത്തുകളെ പരിചയപ്പെടുത്തുന്ന കിതാബാണ്. വെറുതെ അല്ല. അപ്പൊ വീട്ടിലിരുന്ന് കിതാബ് ഓതി പഠിക്കാം, കിതാബ് ദർസ് നടത്താം. സഹീഹുൽ ബുഖാരി ദർസ് നടത്തുകയും അതിന്റെ ഇജാസത്തും സനദും കൊടുക്കുകയും ചെയ്ത സ്ത്രീകളെ കുറിച്ച് മാത്രം ഒരു കിതാബുണ്ട്. സഹീഹുൽ ബുഖാരി ദർസ് നടത്തുകയും അത് ദർസ് നടത്താൻ ഇജാസത്ത് കൊടുക്കുകയും ചെയ്ത സ്ത്രീകളെ കുറിച്ച് മാത്രം ഒരു കിതാബുണ്ട് സഹോദരി. സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം എഴുതിയത് അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളാണ്. ബഹുമാനപ്പെട്ടവരുടെ ഫത്ഹുൽ ബാരിക്ക് ശേഷം ഇനി ബുഖാരിക്കൊരു വ്യാഖ്യാനം വേണ്ട എന്ന് പറയാൻ മാത്രമുള്ള വിശാലമായ കിതാബാണ് ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദുൻ വനിയ. ഫത്ഹുൽ ബാരിക്ക് ശേഷം ഇനി ബുഖാരിക്ക് ഒരു ശറഹ് വേണ്ട, അത് നല്ല നിലക്ക് നോക്കിയാൽ മതി എന്ന് മഹാന്മാര് പറയാറുണ്ട്. ആ ഫത്ഹുൽ ബാരി എഴുതിയ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ ഭാര്യ ഉൻസാ ഖാത്തൂൻ എന്ന മഹദി വലിയ ഹദീസ് പണ്ഡിതയായിരുന്നു. വൈകുന്നേരം ഇബ്നു ഹജർ തങ്ങൾ വീട്ടിൽ വന്നാൽ ഭാര്യയോട് സംസാരിക്കുന്നത് വീട്ടു പലഹാരത്തെ കുറിച്ചല്ല, ഹദീസിനെ കുറിച്ചാണ്. ഹദീസിലെ ജർഹ് തഅദീലാണ്. ഹദീസ് സഹീഹാണോ സഹീഹല്ലേ എന്നാണ്. ഈ നിലക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന വലിയ പണ്ഡിതയായിരുന്നു ഹാഫിദ് ഇബ്നു ഹജർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉൻസാ ഖാത്തൂൻ. മുസനി ഇമാം തങ്ങളുടെ പെങ്ങള് വലിയ പണ്ഡിതയായിരുന്നു. അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീക്കും ഒരു പുരുഷനോട് ഫത്വ ചോദിക്കേണ്ടതുണ്ടായിരുന്നില്ല. ലിഅന്നഹാ കഫത് അൽ ജമീഅ. ഖിറാഅത്തിലും ഫിഖ്ഹിലും ഹദീസിലും എല്ലാ ഫന്നിലും മഹദി അവർക്ക് അവഗാഹമുണ്ടായിരുന്നു. അതുപോലെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുമ്പോൾ ആ ദർസ് കേട്ട് ഹദീസ് പഠിച്ച മകൾ വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്നു. മഹാനായ ഇമാം മാലിക് തങ്ങൾ കിതാബ് ഓതി കൊടുക്കുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാരാരാണ്? ഇമാമുന ശാഫിഈ തങ്ങളെ പോലെയുള്ള മുജ്തഹിദുകൾ വരെ ശിഷ്യന്മാരാണ്. ഇമാം മാലിക് തങ്ങളുടെ ദർസിൽ മുതഅല്ലിമീങ്ങളെ ഹദീസ് വായിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പിഴവ് വന്നാൽ ഇമാം മാലിക് തങ്ങൾ ഇരിക്കുന്നതിന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും. മോള് മുട്ടുന്നതാണ്, അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇമാം മാലിക് തങ്ങൾ പറയും, ഒന്നുകൂടി വായിക്കാൻ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആരാണ്? മസ്ജിദുൻ നബവിയിലെ അവ്വൽ സഫ് നഷ്ടപ്പെടാതെ പതിറ്റാണ്ടുകൾ നിസ്കരിച്ച താബിഈയായ പണ്ഡിതനാണ്.
ആ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ മകളെ ശിഷ്യനായ ഒരു പണ്ഡിതന് വിവാഹം ചെയ്തു കൊടുത്തു. കല്യാണത്തിന്റെ പിറ്റേന്ന് പുതിയാപ്പള പറഞ്ഞു, ഞാൻ പള്ളിയിലൊന്ന് പോയിട്ട് വരട്ടെ. എന്തിനാണ് പോകുന്നത്? നിങ്ങളുടെ ഉപ്പയും എന്റെ ഉസ്താദുമായ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ ദർസ് കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ മകൾ പറഞ്ഞു, പോവണ്ട പോവണ്ട, ഉഅല്ലിമുക ഇൽമ സഈദ്. സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ ഇൽമ് അവിടുന്ന് ഇന്ന് ദർസ് എടുക്കുന്നത് ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത്ര വലിയ ആലിമത്തായിരുന്നു സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ മകൾ. ഇസ്ലാമിക ലോകത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു സ്ത്രീ മഹദിയായാൽ അവരെ ആദരിക്കാൻ ഇവിടെ പുരുഷന്മാർക്ക് യാതൊരു വൈമനസ്യവും ഇല്ല. ഒരു സ്ത്രീ നല്ല ആബിദത്തായി, സ്വാലിഹത്തായി, നല്ല ഇബാദത്ത് ചെയ്തു, നല്ല ഇൽമു നേടി, വലിയ മഹദിയായി മാറി, പുരുഷന്മാർക്ക് വല്ല മടിയുണ്ട് അവരെ ബഹുമാനിക്കാൻ? ഒരു മടിയില്ല. അവരെ ആദരിക്കൂലേ? ആദരിക്കും. പെണ്ണായതുകൊണ്ട് പറ്റൂല എന്ന് പറയൂല്ല. എന്താണ് അതിന് തെളിവ്? സ്വഹാബത്തിന്റെ തെളിവിന് പുറമേ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ നല്ല സ്വാലിഹത്തും ആബിദത്തുമായി ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരെ പറഞ്ഞുവിടും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാൻ. ഇമാമുന ശാഫിഈ തങ്ങൾ ആരാ? മുജ്തഹിദാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മുജ്തഹിദത്താണോ? അല്ല. ഇമാമുന ശാഫിഈ തങ്ങളുടെ ഇൽമ വലിയ ലോകത്തുള്ള ഇൽമാണ്. ആ ഇൽമിന്റെ ലോകമല്ല നഫീസ റളിയല്ലാഹു അൻഹയുടെ ഇൽമിന്റെ ലോകം. അറിയുമോ? പക്ഷേ നഫീസ റളിയല്ലാഹു അൻഹ വലിയ മഹദിയായപ്പോൾ മുജ്തഹിദായ ഇമാമായ ഇമാമുന ശാഫിഈ തങ്ങൾ ഇടക്കിടക്ക് ശിഷ്യന്മാരെ പറഞ്ഞു വിടും ഉസ്താദിന് ദുആ ചെയ്യാൻ പറയാൻ. അവസാനത്തെ രോഗശയ്യയിൽ കിടക്കുമ്പോൾ ദുആരക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ നഫീസ റളിയല്ലാഹു അൻഹ പറഞ്ഞു വിട്ടു, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഒരുങ്ങിക്കോളാൻ ശാഫിഈ ഇമാമിനോട് പറയാൻ. അത്രയും വലിയ മഹദിയായിരുന്നു നഫീസ റളിയല്ലാഹു അൻഹ. ഈജിപ്തിൽ പോയാൽ നമ്മൾ ശാഫിഈ ഇമാം തങ്ങളെ സിയാറത്ത് ചെയ്യും. അതുപോലെ തന്നെ സിയാറത്തിന് പോകും സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ. മാത്രമല്ല മഹദിയായ മഹാനരായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വഫാത്തായാൽ നഫീസ റളിയല്ലാഹു അൻഹയുടെ നിസ്കാരം എനിക്ക് കിട്ടണം. ഇമാമത്ത് നിൽക്കണമെന്നല്ല, ആദ്യം ഓരോ നിസ്കരിച്ചിട്ട് പിന്നെ നിസ്കരിപ്പിക്കണമെന്നല്ല, ഓരോ നിസ്കാരം തബറുക്കിന് വേണ്ടി കിട്ടണം. അതിനുള്ള സൗകര്യം ചെയ്തു. ആ നിസ്കാരം മഹാനവറുകൾക്ക് കിട്ടി. അതിന്റെ ബറക്കത്തിന് വേണ്ടി ഇന്നും ഈജിപ്തിൽ നിങ്ങൾ ചെന്നാൽ ഈജിപ്തിന്റെ കൈറോയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം മരണപ്പെടുന്ന മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകളുടെ ജനാസ സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹയുടെ ഖബർസ്ഥാൻ ഉൾക്കൊള്ളുന്ന പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് നിസ്കരിക്കും. ബർക്കത്തിന് വേണ്ടി കൊണ്ടുവന്ന് നിസ്കരിക്കും. അറിയോ? അപ്പൊ ഒരു സ്ത്രീ മഹദിയായാൽ അവരെ ആദരിക്കാൻ ഇവിടെ ഇസ്ലാമിന് വിരോധമില്ല, മടിയില്ല. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നഫീസ റളിയല്ലാഹു അൻഹയെ കൊണ്ട് ദുആ ചെയ്യിച്ചിരുന്നു. അപ്പൊ രണ്ട് മുജ്തഹിദുകളായ ഇമാമുകളാ നഫീസ റളിയല്ലാഹു അൻഹയെ കൊണ്ട് ദുആ ചെയ്യിച്ചിരുന്നത്. ഇൽമിന്റെ മേഖല നോക്കിയാൽ അവർ രണ്ടുപേരും മുത്തലഖ് മുജ്തഹിദുകളാണ്. ആ പദവിയിലെത്തിയവരായി പറഞ്ഞതല്ലല്ലോ നഫീസ റളിയല്ലാഹു അൻഹ. എന്നാൽ മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങളിൽ നിന്ന് മദീനയിൽ വെച്ച്
മുവത്ത മുഴുവനും ഓതിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഉമ്മമാരെ, സഹോദരിമാരെ, ഇവിടെ ഇസങ്ങളും സിദ്ധാന്തങ്ങളും വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ളതല്ല. ഇസ്ലാം നിങ്ങൾക്ക് നൽകിയ ആദരവ് വേറെ ഒരു മതവും സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. പിന്നെ നിങ്ങൾ എന്തിനാണ് പർദയിടാൻ പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് വസ്ത്രം മാന്യമായി അണിയാൻ പറഞ്ഞത്? അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തആല പറഞ്ഞതാണ്. യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളെക്കാൾ സ്ട്രിക്റ്റ് ആയിരുന്നു വേഷവിധാനങ്ങൾ. അതവരുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംനസ് സ്വലാഹ്. എവിടെയാണോ സ്ത്രീ പുരുഷന്മാർ സ്വതന്ത്രമായി വ്യവഹാരം നടത്തുന്നത് അവിടെ അനാവശ്യങ്ങൾ ഉണ്ടാകും, അവിടെ തോന്നിവാസങ്ങൾ ഉണ്ടാകും. മനുഷ്യൻ അങ്ങനെയാണ്. സ്ത്രീ പുരുഷന്മാർ സ്വാതന്ത്ര്യത്തിന്റെ പരിധികൾ വിട്ടുകൊണ്ട് അവരിടകലരാൻ തുടങ്ങിയാൽ അനാവശ്യങ്ങൾ ഉണ്ടാകും, അരാജകത്വം ഉണ്ടാകും. അങ്ങനെ അരാജകത്വത്തിന്റെ വഴി തുറക്കാൻ പാടില്ല. യൂറോപ്പിൽ സ്ത്രീക്കും പുരുഷനും അമിത സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ എന്താണ് ഉണ്ടായത്? അവിടെ ആയിരക്കണക്കിന് മക്കൾക്ക് വാപ്പയില്ല. ആയിരക്കണക്കിന് മക്കൾക്ക് വാപ്പയില്ല. നിങ്ങൾ ഒരുപാട് പ്രസംഗത്തിൽ കേട്ടിട്ടുള്ള പുസ്തകമായിരിക്കും ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക. എന്താണ് അതിന്റെ അർത്ഥം? അവിടെ വിവാഹപൂർവ്വ ബന്ധങ്ങളാവാം. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ വിവാഹം നിർബന്ധമില്ലാത്ത രാജ്യം. അവർക്ക് മക്കൾ ഉണ്ടാവാം, അതിന് നിയമം അനുവദിച്ച രാജ്യം. ആ മക്കൾക്ക് പൊതു നിയമപ്രകാരം അവര് പൗരന്മാരാണ്. പക്ഷേ അവരുടെ വാപ്പയാരാണെന്നറിയില്ല. യൂറോപ്പ് ലോകത്തുണ്ടാക്കിയ സ്വാതന്ത്ര്യം കൊണ്ടുണ്ടാക്കിയ നേട്ടാതാ. തന്തല്ലാത്ത കുറെ മക്കളെ ലോകത്തിന് സമ്മാനിച്ചു. ഇത് യൂറോപ്പിലായപ്പോൾ ഫാഷനായി, അമേരിക്കയിലായപ്പോൾ പരിഷ്കാരമായി. ഇസ്ലാം അതിനെ അംഗീകരിക്കണില്ല. ഇസ്ലാം ഇവിടെ ഓരോരുത്തരുടെയും പാരമ്പര്യത്തിന് മൂല്യം നൽകുന്നു, അവകാശങ്ങൾ കൃത്യമായി വെച്ചിരിക്കുന്നു. ഇവിടെ അങ്ങനെ വാപ്പല്ലാത്തൊരു കുട്ടിയും ജനിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വ്യവസ്ഥാപിതമായ കുടുംബങ്ങൾ ഉണ്ടാകണം. എല്ലാ അമ്പിയാക്കന്മാർക്കും അല്ലാഹു തആല കുടുംബജീവിതം നൽകിയത് അതിനു വേണ്ടിയാണ്. അമ്പിയാക്കന്മാർക്ക് മുഴുവനും അല്ലാഹു തആല കുടുംബജീവിതം വെച്ചിട്ടുണ്ട്. അതെന്തിനാണ്? വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ പുരോഹിതന്മാരാകണമെന്നല്ല. പുരോഹിതന്മാരുണ്ട്, അവർക്ക് വിവാഹം കഴിച്ചുകൂടാ, ഭാര്യമാരെ സ്വീകരിച്ചുകൂടാ, സന്താനോൽപാദനം നടത്തിക്കൂടാ. എന്നാൽ പ്രവാചകന്മാരങ്ങനെയല്ല. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക, തങ്ങൾക്ക് മുമ്പ് മുർസലീങ്ങളെ അല്ലാഹു അയച്ചു. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ, അവർക്കൊക്കെ ഭാര്യമാരെയും മക്കളെയും ആക്കി വ്യവസ്ഥാപിത കുടുംബങ്ങൾ വെച്ചു. അതുകൊണ്ട് നിങ്ങൾക്കും ഒരു സിസ്റ്റമാറ്റിക് കുടുംബമുണ്ടാവണം. എന്തിനാണ് ഈ പരിഷ്കാരികള് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് അറിയോ? ശാരീരികമായി ലൈംഗിക ബന്ധം വേണം, പക്ഷേ ബാധ്യതകൾ ഉണ്ടാവാൻ പാടില്ല. മക്കളുണ്ടായാൽ നോക്കാൻ പറ്റൂല, കുടുംബം നോക്കുന്ന ഉത്തരവാദിത്വം പറ്റൂല. അങ്ങനെ പുരുഷന്മാർ ഒളിച്ചോടാനുണ്ടാക്കിയ വ്യവസ്ഥിതിയാണ് ഇന്നത്തെ നിയോ ലിബറലിസം. പരിഷ്കാരികൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുണ്ടാക്കിയതാണ് ഈ പരിഷ്കരണവാദങ്ങൾ മുഴുവൻ.
ഇത് തിരിച്ചറിയാൻ ലോകത്ത് വിവേകമുള്ള മുഴുവൻ മനുഷ്യർക്കും കഴിയണം. ഇസ്ലാം പഠിപ്പിക്കുന്നത് വ്യവസ്ഥാപിതമായ കുടുംബത്തിൽ വാപ്പയും ഉമ്മയും മക്കളും ഉള്ള നല്ലൊരു കുടുംബം വേണം. അവിടെ വാപ്പ എങ്ങനെയാകണമെന്ന് ഇസ്ലാമിന് നിയമമുണ്ട്. അല്ലയോ പുരുഷാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. അല്ലയോ മനുഷ്യ, നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നീ നിന്നെയും നിന്റെ ഭാര്യ മക്കളെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ മനുഷ്യ. ഒരു പുരുഷൻ അവരുടെ ഭാര്യ മക്കളെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? എത്ര പണിയാണ്! ഭാര്യയും മക്കളും ഹറാമ് ചെയ്യാതെ ജീവിക്കാൻ ഒരു ഭർത്താവ് ശ്രദ്ധിക്കണമെങ്കിൽ അയാൾക്കുള്ള തലവേദന വേറെ ലോകത്താർക്കും ഉണ്ടാവില്ല. അത്രയും വലിയ ഉത്തരവാദിത്തം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം, നല്ല സംരക്ഷണം കൊടുക്കണം, അവർ പോകുന്ന ഏത് വഴിക്ക് ശ്രദ്ധിക്കണം, അവരുടെ വീട്ടിൽ ആരും വന്ന് അപമര്യാദയായി ഇടപെടാതിരിക്കാൻ നോക്കണം. അങ്ങനെ വലിയൊരു ഉത്തരവാദിത്തമാണ്. നീ നിന്റെ ഭാര്യ മക്കളെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ അത് വലിയ ഉത്തരവാദിത്വമാണ്. നീ നിന്റെ മക്കളെ പഠിപ്പിച്ച് പരിപാലിച്ചു കൊണ്ടുവരണം. അവരെ നല്ലതുപോലെ തർബിയത്ത് ചെയ്യണം. നിന്റെ ഭാര്യക്ക് സമയാനുസൃതമായി വേണ്ടത് നൽകണം. ഒരു ഭാര്യ ഭർത്താവിന്റെ സാന്നിധ്യം ലഭിക്കാത്തതിന്റെ പേരിൽ തെറ്റിലേക്ക് വീണുപോയാൽ ഭർത്താവ് അതിന് കുറ്റക്കാരനാണ്. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ട ശാരീരിക സ്വാതന്ത്ര്യം നൽകാതെ അവൻ തെറ്റു ചെയ്തു പോയാൽ ഭാര്യ കുറ്റക്കാരിയാണ്. മക്കൾക്ക് വേണ്ട തർബിയത്ത് നൽകാതെ മക്കള് വഴികേടായാൽ മാതാപിതാക്കൾ കുറ്റവാളികളാണ്. ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് യൂറോപ്പിന്റെയും പരിഷ്കാരത്തിന്റെയും പിന്നാലെ പോവരുത്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് മതമെന്ന് വിചാരിക്കരുത്. എനിക്കെവിടെയും എപ്പോഴും പോകാനുള്ള സ്വാതന്ത്ര്യമാണ് നല്ലതെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇസ്ലാമിന്റെ മക്കളാണ്. ഇസ്ലാമിന് നിയമങ്ങളുണ്ട്. അതേ സമയത്ത് സ്വതന്ത്രവാദികളായ ആളുകൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന ചിന്തയില്ല. ശിക്ഷയുടെ ലോകമായ നരകമുണ്ടെന്ന വിശ്വാസമില്ല. സ്വർഗം പ്രതീക്ഷിക്കുന്ന നമ്മൾ സ്വർഗത്തിന് വേണ്ടി പറ്റുന്ന കാര്യമേ ചെയ്യാൻ പാടുള്ളൂ. നരകമുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മൾ നരകത്തിൽ പോകുന്ന കാര്യം ചെയ്യാൻ പാടില്ല. എന്റെ ക്ലാസ്സിൽ മെഡിക്കൽ കോളേജിലാവട്ടെ എഞ്ചിനീയറിംഗ് കോളേജിലാവട്ടെ എന്റെ ക്ലാസ്സിൽ മറ്റൊരു മതക്കാരിയായ കൂട്ടുകാരിയുണ്ട്. അവൾ ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റൂല. അവള് ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റൂല. കാരണം ഞാൻ മുസ്ലിമത്താണ്. എനിക്കൊരു വിശ്വാസമുണ്ട്. അല്ലാഹുവിലുള്ള വിശ്വാസം അത് സത്യമായ വിശ്വാസമാണ്. എനിക്കൊരു നബിയുണ്ട്, സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നബിയുടെ അനുയായിയാണ്. എനിക്കൊരു മാർഗദർശനമായ ഗ്രന്ഥമുണ്ട്, ഖുർആൻ. എനിക്ക് ഖുർആനിന്റെ നിയമങ്ങൾ പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പാലിക്കണം. അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കണം. ഇത് വിട്ടുകൊണ്ട് എനിക്കൊരു ജീവിതമില്ല എന്ന ഒരു ഉത്തമമായ വിശ്വാസം ഓരോ മുസ്ലിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരി അവൾ ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, അവൾ മതമില്ലാത്തവളാകാം, അവൾ ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റൂല. ഇത് ഓരോ മുഅ്മിനത്തായ മകളുടെയും കൽബിൽ വേണം. എനിക്ക് 5 നേരത്തെ നിസ്കാരമുണ്ട്, അത് നിർവഹിച്ചില്ലെങ്കിൽ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആ നിൽക്കുന്ന കൂട്ടുകാരികൾ സത്യവിശ്വാസികളല്ലാത്തതിനാൽ
ഈ ലോകത്ത് വലിയ മാർക്ക് കിട്ടിയാലും പരലോകത്ത് അവർ രക്ഷപ്പെടൂല. ഓ മുഅ്മിനത്തായ ഉമ്മ, മുഅ്മിനത്തായ പെങ്ങളെ, പുതിയ തലമുറയിലെ സഹോദരിമാരെ, നിങ്ങൾ ഇസ്ലാമിനെ നന്നായി പഠിക്കണം. കുഞ്ഞു പ്രായത്തിൽ തന്നെ നന്നായി ഇസ്ലാമിനെ മനസ്സിലാക്കണം. ഞാൻ ഇനി ഒരു ഡോക്ടറായി, MBBS-കാരിയായി, എഞ്ചിനീയറിംഗ് ആയി, ഏത് ഉന്നത വിദ്യാഭ്യാസം നേടി IAS-കാരിയായി, അതിന്റെ എല്ലാം ആനുകൂല്യം ഈ ലോകത്ത് മാത്രമുള്ളതാണ്. അതൊരു 50 കൊല്ലമോ 60 കൊല്ലമോ മാത്രമുള്ളതാണ്. അതേ സമയത്ത് ഞാനൊരു സ്വാലിഹത്തായി ജീവിച്ചാൽ, ഒരു മുഅ്മിനത്തായി മരിച്ചാൽ, അല്ലാഹുവിന്റെ ഇഷ്ടദാസിയായി ജീവിച്ചു മരിച്ചാൽ എനിക്ക് കിട്ടുന്ന സ്വർഗം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, എന്നത്തേക്കുമുള്ള സ്വർഗമാണ്. നമ്മുടെ മാതൃകയാരാണ്? എല്ലാവരും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിൽക്കുമോ? പ്രയാസമില്ലാത്തവർ അറിയുമോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കുള്ള മാതൃകയാരാണ്? പുരുഷന്മാരായ സ്വഹാബികൾ, അവരെ എല്ലാം നമ്മൾ കേൾക്കുന്നു. അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, അതുപോലെ ലോക സഹോദരിമാരൊക്കെ അവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല. പുരുഷന്മാരെ ദുആഇന്റെ സൗകര്യത്തിന് എഴുന്നേറ്റു നിൽക്കാൻ പറഞ്ഞതാണ്. അറിയുമോ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വലിയ റോൾ മോഡലാണ് ഇംറഅത്തു ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. ഉമ്മമാരെ, ആസിയത്തു ബിൻത് മുസാഹിം എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യന്റെ സുന്ദരിയായ മകളായിരുന്നു ആസിയ ബീവി. ഫിർഔൻ എന്ന ഭരണാധികാരി നാടു കാണാൻ ഇറങ്ങിയപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു. ചോദിച്ചു, അതാരുടെ മകളാണ്? അതിന്നയാളുടെ മകളാണ്. അയാളോട് പറയണം നാളെ കൊട്ടാരത്തിൽ വരാൻ. കൊട്ടാരത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരണം. രാജാക്കന്മാരങ്ങനെയാണല്ലോ, കൽപ്പിച്ചാൽ കൽപ്പിച്ചതു തന്നെ. രാജകൽപ്പനയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. മനസ്സില്ല, മനസ്സോടെ സ്വാലിഹായ ആ മനുഷ്യൻ, അക്രമിയായ ഭരണാധികാരി, അയാളുടെ ഭാര്യയായി മകളെ വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ മകൾ ഒരു പുലിക്കുട്ടിയായിരുന്നു, ഈമാനുള്ള മോളായിരുന്നു. നിങ്ങൾ പറയും, ഞങ്ങള് ക്യാമ്പസിൽ പഠിക്കുന്നവരാണ്, ഞങ്ങൾ കണച്ചൂരിലാണ്, എനപ്പോയയിലാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്, മെഡിക്കൽ കോളേജിലാണ്, എഞ്ചിനീയറിംഗിലാണ്, പലതും നിങ്ങൾക്ക് പറയാനുണ്ടാവും. എന്നാൽ ഏറ്റവും പ്രതികൂല സാഹചര്യത്തിലാണ് ആസിയ ബീവി എത്തിയത്. ആ സാഹചര്യത്തിനൊത്തു നിന്നാൽ എത്ര വേലക്കാരികളാണ്, എത്ര വലിയ കൊട്ടാരമാണ്. മാനം മുട്ടുന്ന കൊട്ടാരമെന്ന് പ്രയോഗിക്കുമ്പോഴും ഫിർഔനിന്റെ കൊട്ടാരം പോലെ ഒരു കൊട്ടാരം പിന്നെ ആരുമുണ്ടാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയ കൊട്ടാരത്തിലാണ്. ആ രാജാവിനൊപ്പിച്ചു നിന്നാൽ രാജ്ഞിയല്ലേ ആസിയ ബീവി, രാജ്ഞിയല്ലേ ബീവി ആസിയ. എത്ര വേലക്കാരികളാ, എത്ര വലിയ സൗകര്യങ്ങളാ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹ് എന്ന ചിന്തയുണ്ട്. അത് പണയം വെക്കാൻ കൊട്ടാരം കണ്ടപ്പോൾ ആസിയക്ക് കഴിഞ്ഞില്ല, രാജാവിനെ കണ്ടപ്പോൾ കഴിഞ്ഞില്ല. അവിടുന്ന് അവസാനം ക്ഷമിച്ച് മുറുകെ പിടിച്ച ഈമാനോടെ നിന്നു. ആ ഈമാൻ വെളിവായപ്പോൾ ഫിർഔൻ ആക്രമിക്കാൻ തുടങ്ങി. പെണ്ണേ, നിനക്ക് മതം മാറി, എന്നെ ദൈവമാണെന്ന് അംഗീകരിക്കണം. അപ്പോൾ പറഞ്ഞു, റബ്ബീ വ റബ്ബുക്കല്ലാഹ്. എടാ,
നിന്റെയും എന്റെയും റബ്ബ് അല്ലാഹുവാണ്, നീ ഭർത്താവാണെന്ന് ഞാൻ അംഗീകരിക്കാം. പക്ഷേ റബ്ബാണെന്ന് അംഗീകരിക്കാൻ എന്നെ കിട്ടൂല. കുറെ പ്രീണനം നടത്തി, അതിന് വീണില്ല. അവസാനം ചുട്ടുപൊള്ളുന്ന കുന്തം കൊണ്ടുവന്ന് ശരീരം പൊള്ളിച്ചു ചൂടാക്കി. അപ്പോഴും ഈമാൻ ഇളകിയില്ല, ഈമാൻ ഇളകിയില്ല. ഒടുവിൽ രഹസ്യഭാഗത്ത് വരെ ചുട്ടുപഴുത്ത കുന്തം കൊണ്ട് ക്രൂരമായി ആക്രമിച്ചപ്പോൾ അല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ എനിക്ക് നിന്റെ അടുത്തൊരു വീട് വേണം, എനിക്ക് നിന്റെ അടുത്തൊരു വീട് വേണം. അല്ലാ, നിന്നെ ഞാൻ ഇഷ്ടം വെച്ചു പോയി, നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. എനിക്ക് ഈ നശിക്കുന്ന ലോകത്തെ രാജാവിനെ വേണ്ട, ഒടുങ്ങുന്ന ലോകത്തെ കൊട്ടാരം വേണ്ട, തകരുന്ന ലോകത്തെ വെപ്പാട്ടികളെ വേണ്ട, ഇല്ലാതെ പോകുന്ന ഈ ലോകത്തെ സൗകര്യങ്ങൾ വേണ്ട. എനിക്ക് വേണ്ടത് നിന്നെയാണ് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്ത് വരിച്ച ആസിയ ബീവിയെ വായിക്കണേ മോളെ. ഖുർആൻ പറഞ്ഞ ഉദാഹരണമാണ്. മറിയം ബീവിയെ പഠിക്കണേ മോളെ. ഖുർആൻ പറഞ്ഞ ജീവിതമാണ്. പഠിക്കൂ മോളെ. ആയിഷ ഉമ്മയാരാണ്? ഖദീജ ഉമ്മയാരാണ്? സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയാൻ ഭാഗ്യം കിട്ടിയ മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. അതേ സ്വർഗത്തിലെ രാജാവിന്റെ രാജാത്തിയാണ്. അവരെ പഠിക്കുമോളെ. ഫാത്തിമ ബീവിയെ വായിക്കുമോളെ. ലോകത്ത് ആദ്യത്തെ സർവകലാശാല ഉണ്ടാക്കിയതാരാണ്? ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതാരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പ്, ലോകത്തെന്നറിയപ്പെടുന്ന എല്ലാ സർവകലാശാലകൾക്കും മുമ്പ് ഈ ലോകത്ത് ആദ്യമായി ഒരു സർവകലാശാല ഉണ്ടാക്കിയതാരാണ്? ഫാത്തിമത്തുൽ ഫിഹ്രിയ എന്ന മഹദിയായ സ്വാലിഹത്തായ മഹിളയാണ്. ഖറവീൻ യൂണിവേഴ്സിറ്റിയാണ്. അത് മൊറോക്കോയിലെ ഫാസ് പട്ടണത്തിലാണ്. ഫെസ് എന്നാണ് ഇന്ന് പറയുന്നത്. അൽഹംദുലില്ലാ, ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റി പോയി കണ്ടിട്ടുണ്ട് മൊറോക്കോയിൽ. അതേ ഫെസ് പട്ടണത്തിൽ. ഓക്സ്ഫോർഡിന്, കാംബ്രിഡ്ജിന് പരിഷ്കാരികളെ മുഴുവനും ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് വിജ്ഞാന സർവകലാശാല ഉണ്ടാക്കിയത് ഫാത്തിമത്തുൽ ഫിഹ്രിയ എന്ന മഹദിയാണ്. അവർക്ക് പ്രചോദനം കൊടുത്ത ഇസ്ലാമാണ് നമ്മുടെ ഇസ്ലാം. അറിയുമോ? അസ്ഹറുൽ ഹിജാസ് എന്നറിയപ്പെടുന്ന മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിക്ക്, മദീന യൂണിവേഴ്സിറ്റിക്കൊക്കെ മുമ്പ് മക്കത്തുണ്ടായ സർവകലാശാല മതസ്ഥാപനമാണ് മദ്രസത്തു സൗലത്തുയ്യ എന്ന വലിയ മദ്രസ. അത് അതാ ഫഹദ് രാജാവിന്റെ വാപ്പ അബ്ദുൽ അസീസ് രാജാവ് പറഞ്ഞത് അസ്ഹറുൽ ഹിജാസ് എന്നാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ സ്വത്ത് കൊടുത്തതാരാണ്? ഇന്ത്യക്കാരിയായ ഒരു മഹദിയാണ്. അവര് കൊടുത്ത സ്വത്ത് കൊണ്ടാണ് മക്കത്തുള്ള മദ്രസത്തു സൗലത്തുയ്യ ഉണ്ടായത്. അന്ന് ഇന്ത്യൻ നാണയത്തിനാണ് വില കൂടുതലുള്ളത്. പിന്നെ പെട്രോ ഡോളർ വന്നപ്പോഴാണ് സൗദിയിലെ നാണയത്തിന്റെ വില കൂടിയത്. അറിയുമോ? പാരമ്പര്യമുണ്ടേ.
കേരളത്തിൽ വലിയ ആലിമകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഔറംഗസീബിന്റെ ഭാര്യ സീനത്ത് ബീഗം തഫ്സീർ എഴുതിയിട്ടുണ്ട്. സീനത്തു തഫാസീർ എന്നാണ് പേര്. ഇങ്ങനെ പറഞ്ഞാൽ നേരം വെളുക്കും വരെ പറയേണ്ടി വരും. അല്ലാഹു തആല അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സഹോദരിമാര്, ഉമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാർ സ്വാലിഹാത്തുകളായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله ഞങ്ങളെ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും അവസാനം നിന്റെ ലിഖാഇന് പറ്റുന്ന നിലക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്നിലേക്ക് വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് സാഫാക്കി തരണേ അല്ലാഹ്. ശിർക്ക്, കുഫർ, കിബ്ർ, റിയാ, സുംഅത്ത്, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് ഒന്നും ഞങ്ങളുടെ ഖൽബിൽ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കാവലുള്ള ഖൽബാക്കണേ.